ദൈവമേ. എൻ്റെ പേര് ജിജോ ജോസഫ് എന്നാണ്. ഇതെൻ്റെ മകൾ റോസ്മരിയ ജിജോ. ഞങ്ങള് ചെറുപുഴ കപ്പുറം പുളിങ്ങം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. വാഴക്കുളം സെന്റ് ജോസഫ് ദേവാലയമാണ് ഞങ്ങളുടെ ഇടവക. ഈ അടുത്ത കാലത്തായി നമ്മളൊക്കെ പേപ്പറിലൂടെ വായിച്ചു കേട്ടിട്ടുണ്ട്, വെള്ളത്തിൽ നിന്നും ബാക്ടീരിയ മൂക്കിലൂടെ കയറി വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയ്ക്ക് വെച്ചു. എൻ്റെ മോക്ക് ഞങ്ങളുടെ വീടിനടുത്തുള്ള പുഴയെ കുടിക്കുമ്പോൾ അത് യാദൃശ്യമായിട്ട് സംഭവിച്ചു. രാത്രി ശക്തമായ പനി വന്ന് രാവിലെ എൻ്റെ ചാച്ചൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ഒരു സംശയം തോന്നി വേറെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അങ്ങനെ പരിഹാരത്തിന് കണ്ണൂർ മിംസിലേക്ക് വരികയും അവരത് മാൻജൈറ്റിസ്, അമീബിക് മാൻജൈറ്റിസ് മസ്തിഷ്കരം സ്ഥിരീകരിക്കുകയുണ്ടായി. തലച്ചോറിനുള്ളിലേക്ക് കടന്ന അമീബ തലച്ചോറിന് പിന്നുന്ന ഒരവസ്ഥയായിരുന്നു. ഏകദേശം 10-13 ദിവസം ഇവള് വെന്റിലേറ്ററിലായിരുന്നു. ബോധമില്ലാത്തൊരവസ്ഥയായിരുന്നു. കുട്ടി ഇവിടെ കിട്ടുന്ന കാര്യം സംശയമായിരുന്നു. ഒരവസ്ഥയിൽ ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴികളൊന്നും ഇല്ലായിരുന്നു. ആശുപത്രിയിൽ വെച്ച് അവിടുന്ന് ഒരു ചേച്ചിയെ ഞങ്ങൾക്ക് പരിചയപ്പെടുകയുണ്ടായി. ആ ചേച്ചിയാണ് അച്ഛൻ്റെ ഫോൺ നമ്പർ തന്ന് അച്ഛനോട് പ്രാർത്ഥന സഹായം ചോദിക്കാൻ ആവശ്യപ്പെടുകയും അതുവഴി ഞാൻ വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല, കുഞ്ഞിനെ കിട്ടും, ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറയുകയുണ്ടായി. ശക്തമായ പ്രാർത്ഥനയായിരുന്നു ഞങ്ങളുടെ ഭാഗത്തുനിന്നും. എല്ലാവരും ഹോസ്പിറ്റലുണ്ടായിരുന്നു, എല്ലാവർക്കും പള്ളികളിലെല്ലാം പരമായിട്ട് തമ്പുരാന്റെ കൃപ കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ ഒരു പവർ പോലും ഏൽക്കാതെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയുണ്ടായി. ഏകദേശം ഡോക്ടർമാർ പറയുന്നത് 69ഓളം പേര് വന്നതില് എൻ്റെ ഈ മോളും മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ തന്ന യേശുവിനും മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും അച്ഛനും യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു. റോസ്മേരിയ 6ാം ക്ലാസ്സിലാണ് കുഞ്ഞുമകൾ പഠിക്കുന്നത്. മസ്തിഷ്ക ജ്വരം നമ്മൾ പറഞ്ഞ പോലെ പേപ്പറുകളിലൊക്കെ വായിച്ചതാണ്. 69 പേര് വന്നതിൽ സ്ഥിരീകരിച്ചതിൽ 68 പേർക്കും മരണം സംഭവിച്ചു എന്നുള്ള ഒരു വലിയ സങ്കടകരമായ വാർത്തയാണ്. അതോടൊപ്പം ഈ കുഞ്ഞിന് കർത്താവ് അത്ഭുതകരമായ രീതിയിൽ സൗഖ്യം നൽകി. ഇപ്പോൾ നമ്മുടെ മുൻപിൽ നിൽക്കാൻ പറ്റുന്ന വിധത്തിൽ കർത്താവ് സൗഖ്യം നൽകിയതിനെ ഓർത്ത് കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. പുളിങ്ങം ആണ് ഇവരുടെ വീട്. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്.